ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി അഥവാ SSI എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്താണെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി ഈസ് ആൻ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഇൻ വിച്ച് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സ്ഡ് അസറ്റ്സ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഡസ് നോട്ട് എക്സീഡ്സ് ₹1 crore. സ്ഥാപനത്തിലും യന്ത്ര സാമഗ്രികളുമുള്ള സ്ഥിര ആസ്തികളുടെ നിക്ഷേപം ₹1 കോടി കവിയാത്ത ഒരു വ്യാവസായിക യൂണിറ്റാണ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. Such plant and machinery may be owned or obtained on lease. സ്വന്തം ഉടമസ്ഥതയിലോ പാട്ടത്തിനോ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥതാവകാശം നേടാം. While calculating the investment in plant and machinery, items like land, building and some equipments required for quality control, pollution control, etc. excluded. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാറുണ്ട്. അതിന് എക്സാമ്പിളാണ് ലാൻഡ്, ബിൽഡിങ്, അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോളിനും പൊല്യൂഷൻ കൺട്രോളിനും ആവശ്യമായിട്ടുള്ള ചില എക്യുപ്മെൻറ്റ്സ്. ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ പ്രധാന ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഔട്ട്പുട്ട്, ഇൻകം ആൻഡ് ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഉൽപ്പാദനം, വരുമാനം, മെച്ചപ്പെട്ട ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്തൽ, എലിമിനേഷൻ ഓഫ് എക്കണോമിക് ബാക്ക്വേർഡ്നെസ് ഓഫ് റൂറൽ ആൻഡ് അണ്ടർ ഡെവലപ്ഡ് ഏരിയാസ്, ഗ്രാമീണ അവികസിത പ്രദേശങ്ങളിലെ സാമ്പത്തിക പിന്നാക്കാവസ്ഥ ഇല്ലാതാക്കുക. ടു റെഡ്യൂസ് റീജിയണൽ ഇംബാലൻസ്, പ്രാദേശിക അസന്തുലിതാവസ്ഥ കുറയ്ക്കുക. ടു പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് മീൻസ് ഓഫ് റെഗുലർ സോഴ്സ് ഓഫ് ഇൻകം ടു ദ നീഡി പീപ്പിൾ ലിവിങ് ഇൻ റൂറൽ ആൻഡ് സെമി അർബൻ ഏരിയാസ്, നഗരപ്രദേശങ്ങളിലും മറ്റും താമസിക്കുന്ന നിർധരരായ ആളുകൾക്ക് സ്ഥിരമായ ഒരു വരുമാന മാർഗവും തൊഴിൽ മാർഗവും നൽകുക. ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ഇൻ കോട്ടേജ് ഇൻഡസ്ട്രി ആൻഡ് ഇൻക്രീസ് പ്രൊഡക്ഷൻ ഓഫ് പ്രോഫിറ്റ്, കുടിൽ വ്യവസായങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനും ഉൽപ്പാദനവും ലാഭവും വർദ്ധിപ്പിക്കുന്നതിനും. ടു ഫെസിലിറ്റേറ്റ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ പകരക്കാരനെ കണ്ടെത്തൽ. നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ എന്ന പ്രോഗ്രാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഇൻഡിജീനിയസ്ലി, അതായത് നമ്മുടെ ഇന്ത്യക്കുള്ളിൽ തന്നെ എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാം. ടു എൻകറേജ് എൻ്റർപ്രണർഷിപ്പ് ആൻഡ് സെൽഫ് റിലയൻസ്, സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ടു മൊബിലൈസ് റീജിയണൽ റിസോഴ്സ് ഓഫ് ക്യാപിറ്റൽ, മൂലധനത്തിൻ്റെ പ്രാദേശിക വിഭവങ്ങൾ സമാഹരിക്കുക. സ്റ്റെപ്സ് ടു സ്റ്റാർട്ട് എ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ, അതായത് നമ്മൾ ഉണ്ടാക്കേണ്ട പ്രൊഡക്റ്റ് ഏതാണെന്നുള്ളത് തീരുമാനിക്കാം. ഇതിനെ സ്റ്റെപ്സ് ടു സ്റ്റാർട്ട് എ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, ഒരു ചെറുകിട വ്യവസായം തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, പ്രൊഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് തീരുമാനമെടുക്കൽ. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് 4 കാര്യങ്ങളെയാണ്: മാർക്കറ്റ് സർവേ, ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഇൻവോൾവ്ഡ്, ടെക്നിക്കൽ നോ ഹൗ അവൈലബിൾ, എക്സ്പീരിയൻസ് ഇൻ ദ ലൈൻ. സെക്കൻഡ് സ്റ്റെപ്പ്, പ്രിപ്പറേഷൻ ഓഫ് പ്രിലിമിനറി പ്രൊജക്റ്റ് റിപ്പോർട്ട്. നമുക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ റോ മെറ്റീരിയലിനെ കുറിച്ചും മെഷീനറിനെ കുറിച്ചും ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സിനെ കുറിച്ചും അറിയുന്നതിനായി നമ്മൾ ഒരു റഫ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. ഡിസൈഡ് ദ ഫോം ഓഫ് ഓണർഷിപ്പ്, ഏത് തരം ഓണർഷിപ്പിലൂടെ വേണം നമ്മളുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങാൻ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നു. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ടൈപ്പ് ഓഫ് ഓണർഷിപ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, ലിമിറ്റഡ് കമ്പനി, കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ 4 തരം ഓണർഷിപ്പിൽ ഏത് ഓണർഷിപ്പിലൂടെ വേണം നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങാൻ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫോർത്ത് സ്റ്റെപ്പ്, ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രി. നമ്മുടെ ഇൻഡസ്ട്രി തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം തീരുമാനിക്കുന്നത്. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, കോസ്റ്റ് ഓഫ് യൂട്ടിലിറ്റീസ് ആൻഡ് റെൻറ്റ്, availability of skilled labor, proximity to market, availability of infrastructure facilities such as power, water, etc., road, rail and port connectivity for movement of raw material and finished goods തുടങ്ങിയ കാര്യങ്ങളെയാണ്. സ്റ്റെപ്പ് 5, പ്രിപ്പറേഷൻ ഓഫ് ബിസിനസ് പ്ലാൻ. ബിസിനസ് അപ്രൂവൽ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് നല്ലൊരു ബിസിനസ് പ്ലാൻ ആവശ്യമാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്യാറ്. സിക്സ്ത് സ്റ്റെപ്പ്, അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ. പ്രൊവിഷണൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് സിക്സ്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫിനാൻഷ്യൽ ക്രെഡിറ്റ്
ലാൻഡ്, ഇൻഡസ്ട്രിയൽ സെറ്റ്, വാട്ടർ, പവർ, അതുപോലെ ടെലിഫോൺ കണക്ഷൻസ് തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ട് അപേക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ. പ്രൊവിഷണൽ രജിസ്ട്രേഷൻ്റെ കാലാവധി എന്ന് പറയുന്നത് 1 വർഷം വരെയാണ്. സ്റ്റെപ്പ് 7, സെലക്ട് ദ ഫിനാൻഷ്യൽ ഏജൻസി ബൈ കമ്പയറിംഗ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമുക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക ധനസഹായം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫിനാൻഷ്യൽ ഏജൻസിയെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് 7th സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഏജൻസികൾക്ക് എക്സാമ്പിളാണ് KSFC, IDBI, SIDBI, NSIC, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്നിവ. 8th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്റ്റെയിൻ വേരിയസ് ക്ലിയറൻസ് ആൻഡ് അപ്രൂവൽസ്. നമ്മുടെ ബിസിനസ് റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്ലിയറൻസുകളും അപ്രൂവലുകളും നേടിയെടുക്കുക എന്നുള്ളതാണ് 8ാമത്തെ സ്റ്റെപ്പ്. സാധാരണയായിട്ട് നമുക്ക് കിട്ടേണ്ട ക്ലിയറൻസ് അല്ലെങ്കിൽ അപ്രൂവൽസ് എന്ന് പറയുന്നത് അപ്രൂവൽ ഓഫ് ഫാക്ടറി ബിൽഡിംഗ് ആൻഡ് മെഷീനറി ലേഔട്ട് ഫ്രം ദ ഇൻസ്പെക്ടറേറ്റ് ഓഫ് ഫാക്ടറീസ്, സൈറ്റ് ക്ലിയറൻസ് ഫ്രം ടൗൺ പ്ലാനിംഗ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്, ക്ലിയറൻസ് ഫ്രം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഫയർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ലൈസൻസ് ഫ്രം ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, NOC ഫ്രം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. ഇത്രയും അപ്രൂവൽസ് അല്ലെങ്കിൽ ക്ലിയറൻസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിസിനസ് റൺ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഫോളോ അപ്പ് സാങ്ഷൻ ഓഫ് ലോൺ. നമ്മളുടെ ബിസിനസ് തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള ലോൺ സാങ്ഷൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് 9th സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 10th സ്റ്റെപ്പ്, റിക്രൂട്ട് പേഴ്സണൽ റിക്വയർഡ് ഫോർ പ്രൊഡക്ഷൻ, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിനും അഡ്മിനിസ്ട്രേഷനും പ്രൊഡക്ഷനും ആവശ്യമായിട്ടുള്ള മാൻ പവർ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ് 10th സ്റ്റെപ്പ്. 11th സ്റ്റെപ്പ്, അപ്ലൈ ഫോർ പെർമനൻറ്റ് രജിസ്ട്രേഷൻ. പ്രൊവിഷണൽ രജിസ്ട്രേഷൻ കഴിയുന്നതിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ പെർമനൻറ്റ് രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതാണ് 11th സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 12th സ്റ്റെപ്പ്, കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ. ഇത്രയും ക്ലിയറൻസുകളും സാമ്പത്തികമായിട്ടുള്ള സ്ഥിരതയും ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷനിലോട്ട് കടക്കുക എന്നുള്ളതാണ്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുക എന്നുള്ളതാണ്. ഇത്രയും ആണ് ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ്സിൻ്റെ പ്ലാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റ് സ്റ്റേറ്റ് ഡയറക്ടറേറ്റിനോ കമ്മീഷൻ ഓഫ് ഇൻഡസ്ട്രീസിനോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സിനോ മുന്നിലോ വെച്ചുകൊണ്ട് സാങ്ഷൻ ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ രജിസ്ട്രേഷൻ ഓഫ് SSA എന്ന് പറയുന്നത്. ഇത് ഒരു സംരംഭകനെ ഗവൺമെൻറ് അസിസ്റ്റൻസിന് വേണ്ടി സഹായിക്കുന്നു. ഫസ്റ്റ് വൺ, പ്രൊവിഷണൽ രജിസ്ട്രേഷൻ. പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ഈസ് ഇനീഷ്യലി ഗ്രാൻറ്റഡ് ഫോർ ദ പ്രൊപ്പോസ്ഡ് എൻ്റർപ്രൈസ്. പ്രൊവിഷണൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു താൽക്കാലിക രജിസ്ട്രേഷനാണ്. ദിസ് എനേബിൾ ആൻ എൻ്റർപ്രണർ ഇൻ അപ്ലൈയിങ് ടു വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഏജൻസീസ്, SFCs, etc. for availing assistance for setting up the enterprise, including infrastructure requirements. ഒരു ബിസിനസ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെൻറ്റ്സും ഫിനാൻഷ്യൽ അസിസ്റ്റൻസും ലഭിക്കുന്നതിന് വേണ്ടി വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സിനെ സമീപിക്കുന്നതിനായി നമ്മളെ സഹായിക്കുന്ന രജിസ്ട്രേഷനെയാണ് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഗ്രാൻറ്റഡ് ഫോർ എ സ്പെസിഫിക് പീരിയഡ് ഓഫ് 1 year ഡ്യൂറിങ് വിച്ച് ദ യൂണിറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി സെറ്റപ്പ്. സാധാരണയായിട്ട് 1 വർഷ കാലാവധിയിലാണ് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ നൽകുന്നത്. ഇതിനുള്ളിൽ നമ്മൾ ബിസിനസ് തുടങ്ങിയിരിക്കണം. For provisional registration, only a project proposal is required since it is an expression of an entrepreneur to set up an enterprise. Provisional registration ലഭിക്കുന്നതിനായിട്ട് നമ്മൾ പ്രൊജക്റ്റിൻ്റെ പ്രൊപ്പോസൽ മാത്രം വെച്ചാൽ മതി. പ്രൊവിഷണൽ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. എ ഷെഡ് ഇൻ ആൻ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഓർ എ ഡെവലപ്ഡ് ലാൻഡ് ഇൻ ഇൻഡസ്ട്രിയൽ ഏരിയ, കോർപ്പറേഷൻ ഓർ മുനിസിപ്പാലിറ്റീസ് ഫോർ അതർ ലൈസൻസസ്, power connections, and fourth one financial assistance from banks. Second type ആണ് permanent registration എന്ന് പറയുന്നത്. The permanent registration of small scale industry is granted only after the commencement of commercial production. നമ്മൾ ബിസിനസ്സിൽ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ തുടങ്ങിയാൽ മാത്രം നമുക്ക് ലഭിക്കുന്ന രജിസ്ട്രേഷനാണ് നമ്മൾ പെർമനൻറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഗിവൺ ആഫ്റ്റർ ഫിസിക്കൽ ഇൻസ്പെക്ഷൻ ഓഫ് ദ എൻ്റർപ്രൈസ് ആൻഡ് സ്ക്രൂട്ടിനി ഓഫ് സർട്ടൈൻ ഡോക്യുമെൻറ്റ്സ്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് ശേഷവും ഫിസിക്കൽ ഇൻസ്പെക്ഷന് ശേഷവും ലഭിക്കുന്ന രജിസ്ട്രേഷനാണ് പെർമനൻറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ദ ഫോളോയിങ് ഫോർമാലിറ്റീസ് ആർ റിക്വയർഡ് ടു കംപ്ലീറ്റ് ഫോർ ഗെറ്റിംഗ് പെർമനൻറ്റ് രജിസ്ട്രേഷൻ. ഓണർഷിപ്പ് റൈറ്റ്സ് ഓഫ് ദി പ്രീമൈസസ് വേർ
unit is located. Municipal Corporation clearance, State Pollution Control Board clearance, Electricity Board clearance, BIS or Quality Control Certificate if applicable, clearance from Factories Department. Agencies for providing financial assistance to small scale industry. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്ക് ധനസഹായം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഏജൻസികൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ ആയിട്ട് സാധാരണയായിട്ട് ഫിനാൻസ് കോർപ്പറേഷൻ കൊടുക്കുന്ന സ്കീമുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യുകയാണ്. ബിൽ ഡിസ്കൗണ്ടിംഗ് സ്കീം, റീഫിനാൻസ് സ്കീം ഫോർ റീഹാബിലിറ്റേഷൻ ആൻഡ് മോഡേണൈസേഷൻ ഓഫ് സ്മോൾ എൻ്റർപ്രൈസസ്, സീഡ് ക്യാപിറ്റൽ സ്കീം, സോഫ്റ്റ് ലോൺ സ്കീം, വർക്കിംഗ് ക്യാപിറ്റൽ സ്കീം, സ്പെഷ്യൽ ഫിനാൻസ് സ്കീം ഫോർ ആർട്ടിസാൻസ്, OSC, ST, PH ആൻഡ് വുമൺ എൻ്റർപ്രണേഴ്സ്. ഇനി നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയെ സഹായിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണ്. ഫസ്റ്റ് വൺ, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, IDBI, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SIDBI, നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ, NSIC, ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, IFCI, ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ICICI, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, NABARD, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, LIC, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, UTI, സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, SFC, ആൻഡ് ലാസ്റ്റ് വൺ, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലോൺ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. പ്രൊവിഷണൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പെർമിഷൻ ഫ്രം ഗവൺമെൻറ് ഏജൻസീസ്, അഫിഡവിറ്റ്, പ്രിസ്ക്രൈബ്ഡ് ലോൺ ആപ്ലിക്കേഷൻ ഫോം, പ്രോജക്റ്റ് റിപ്പോർട്ട് വിച്ച് ഇൻക്ലൂഡ് മാർക്കറ്റ് സർവേ റിപ്പോർട്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ഫിനാൻഷ്യൽ സ്റ്റാൻഡിംഗ്, ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയെ സഹായിക്കുന്നതിന് വേണ്ടി നാഷണൽ ലെവൽ തുടങ്ങിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഷോർട്ട് ഫോം തന്ന് ഡിപ്ലോമ എക്സാമിന് ഫുൾ ഫോം എഴുതാൻ പറയാറുണ്ട്. അപ്പോൾ ഷോർട്ട് ഫോമും അതുപോലെ തന്നെ ഫുൾ ഫോമും ഓർത്തിരിക്കുക. ഫസ്റ്റ് വൺ, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, സിഡ്കോ, നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, NSIC, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്മോൾ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ആൻഡ് ട്രെയിനിങ്, NISIET, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻ്റർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ്, NIESBUD, സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, SISI, എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, EDII. ഇനി സംസ്ഥാനത്ത് തുടങ്ങിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ്, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റർ, കേരള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, KSIDC, കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, KIIDC. നമ്മൾ ഡിസ്കസ് ചെയ്തത് SSI അഥവാ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയെ കുറിച്ചാണ്. ഒരു ചെറുകിട വ്യവസായം എന്താണെന്നും അത് എങ്ങനെ തുടങ്ങണം, അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടിയിട്ട് നാഷണലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലും തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നും എങ്ങനെയാണ് ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി രജിസ്റ്റർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.